ഹലോ, ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത ശേഷം ബാക്കി വന്ന കുറച്ച് പീസ് കൊണ്ട് ഒരു ചെറിയൊരു ടോപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബാക്കി 24 ഇഞ്ചാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ അതിനെ ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് വേണ്ട യോക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. ഇവിടെ 24 ചെസ്റ്റ് സൈസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു 10 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് താഴത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം. ഇവിടെ 5.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ടും 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ട ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ കൂടെ സീം എലമെൻറ്റ്സും കൂടി ചേർത്ത് മാർക്ക് ചെയ്തെടുക്കുക. താഴത്തേക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്രയാണോ അതും കൂടി മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ അകലം 2.5 കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലൊരു വി നെക്കായിട്ടാണ് കൊടുക്കുന്നത്. ബാക്കിൽ യു നെക്കും ചെറിയൊരു ഓപ്പണിങ്ങും കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ആലിയ കട്ട് മോഡലാണ് ചെയ്യുന്നത്. 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 പീസും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 2 പീസും കൂടി ഇട്ടിട്ട് ബാക്ക് പോർഷൻ്റെ നെക്കും അതുപോലെ ആം ഹോളും ഷേപ്പിൻ്റെ പോർഷനെല്ലാം കട്ട് ചെയ്യാം കേട്ടോ. ഇനി ബാക്ക് പോർഷൻ മാറ്റിയ ശേഷം ഫ്രണ്ട് നെക്കും ഫ്രണ്ടിൽ ആലിയ കട്ട് മോഡലിൽ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു ഭാഗം കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 3 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി താഴത്തേക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇത്രയാണ് തുണി ബാലൻസ് ഉള്ളത്. അപ്പോൾ അത് ബാക്കിൽ നമുക്ക് ഫ്രിൽഡായിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. നമുക്ക് ടോട്ടൽ ഒരു 20 ഇഞ്ചോളമൊക്കെ മതി കേട്ടോ. കുട്ടികൾക്കുള്ള ജീൻസിനുള്ള ടോപ്പായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പോർഷൻ ചെറിയ പ്ലീറ്റ്സ് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലീറ്റ്സ് കൊടുക്കാനുള്ള തുണിയൊന്നും നമുക്കില്ല. ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇനി ഫ്രണ്ട് പീസാണ് താഴത്തെ ഭാഗം എടുക്കുന്നത്. 3 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണം കേട്ടോ. അപ്പം ബാക്ക് പോർഷനേക്കാളും 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതുപോലൊരു ഷേപ്പും കൂടി മാർക്ക് ചെയ്യാനുള്ളതാണേ. ഫ്രണ്ട് യോക്ക് പോർഷൻ 3 ഇഞ്ച് കയറ്റിയിട്ടല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ടോപ്പും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ കുറച്ച് മാത്രമായിരിക്കും പ്ലീറ്റ്സ് കിട്ടുക കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷനിൽ ഒരു ഓപ്പണിംഗ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തല കയറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു 3 ഇഞ്ച് ഓപ്പണിംഗ് കൂടെ കൊടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യോക്ക് പോർഷനിലേക്ക് ലൈനിങ് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് തുണി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തത്. ഇപ്പോൾ 2 ഫ്ലവറും കൂടി ഫ്രണ്ടിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്